ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വടുകപ്പുളിച്ചി നാരങ്ങ അച്ചാറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വടുകപ്പുളിച്ചി എന്നാണ് കൊല്ലം സൈഡിലൊക്കെ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി ചെത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ അച്ചാറിന് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം താണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും കാന്താരി കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത്രയും വെളുത്തുള്ളിയാണ് കേട്ടോ അച്ചാറിടാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അച്ചാറിടാൻ. അതിനകത്തോട്ട് കടുകിട്ട് നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കായവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാന്താരി മുളകും നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അച്ചാറിന്. കല്ലുപ്പ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കേണ്ട. ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശകലം ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. വെള്ളയ്ക്കാണ് അച്ചാറിടുന്നത്. കാന്താരി തോനെ ഇട്ടതുകൊണ്ട് നല്ല എരിവും കാണും. അപ്പോൾ ഈ നാരങ്ങ പൊതുവേ ഇങ്ങനെയാണ് ഇടാറുള്ളത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കുറേ കഴിയുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാവിക്കൂടി വെള്ളം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതിനുശേഷം നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ചന്തയിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ നാരങ്ങ കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം.